ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ കുണ്ടലിനി അവേക്കനിങ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ധ്യാനം ചെയ്യുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പല വർഷങ്ങളായി ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുണ്ടലിനി ആക്ടിവേഷൻ ആയിട്ടുണ്ടാവാം. കുറച്ച് പേര് ആവാതെ തന്നെ കുണ്ടലിനി ആക്ടിവേഷൻ ആയെന്ന് പറയുന്നുണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഒരു കറക്റ്റായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിനെയും കുണ്ടലിനി ആക്ടിവേഷനെയൊക്കെ കാണുന്നവർക്ക് അവരിങ്ങനെ ആയി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. സോ അല്ലാത്തവരിങ്ങനെ പറയുന്നവർ മേ ബി സീരിയസ് ആയിട്ട് കാണുന്നുണ്ടാവില്ല. കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് എല്ലാവരുടെ ശരീരത്തിലും ഉണ്ടാവും. പക്ഷേ അത് അവിടെ ഇങ്ങനെ അടങ്ങിക്കിടക്കും. നമ്മുടെ ഈ മൂലാധാര ചക്രത്തിൽ, നമ്മുടെ ആ നട്ടലിൻ്റെ താഴെയായിട്ട് ആ ഭാഗത്ത് അവിടെ ഇങ്ങനെ ഒരു സ്പ്രിങ് അങ്ങനെ അടങ്ങി കിടക്കുന്നത് പോലെ കിടക്കും. എപ്പോഴാണോ ഇത് ആക്ടിവേറ്റ് ആകുന്നത്, അപ്പോൾ ആ സ്പ്രിങ് ഇങ്ങനെ ഒരു പാമ്പിനെ പോലെ എണീറ്റ് എല്ലാ ചക്രങ്ങളിലൂടെയും മുകളിലോട്ട് വന്ന് നമ്മുടെ ഈ സഹസ്രാര ചക്രത്തിൽ വരും, മുകളിലോട്ട് വരും. എപ്പോഴും കുണ്ടലിനി ശക്തി മുകളിലോട്ടാണ് വരേണ്ടത്, റിവേഴ്സിൽ പോകാൻ പാടില്ല. മുകളിലോട്ട് വരുന്നതാണ് കറക്റ്റ് വേ. കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. അത് പ്രശ്നങ്ങൾ തന്നെയാണ് ആ സമയത്ത്. പക്ഷേ പണ്ടുള്ള ജ്ഞാനികളൊക്കെ അവർ വളരെ കാട്ടിലും അങ്ങും പർവ്വതങ്ങളിലൊക്കെ പോയിരുന്ന് ആ ശരീരത്തിലുള്ള മനസ്സിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കറിയാം. പക്ഷേ സാധാരണ മനുഷ്യർ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് അത് പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ചിലരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 12 വർഷമൊക്കെ ധ്യാനം ചെയ്യുമ്പോഴാണ് ഈ കുണ്ടലിനി അവേക്കൻ ആകുന്നത്. ചിലരൊക്കെ 12 വർഷം ചെയ്താലും ഇങ്ങനെ അവേക്കനിങ് ആകണമെന്നില്ല. ലൈഫ് ലോങ് ചെയ്യുന്നവർക്കും അവേക്കനിങ് ആകണമെന്നില്ല. പിന്നെ കുറച്ച് പേരൊക്കെ വളരെ കുറച്ച് വർഷം കൊണ്ട് തന്നെ ഇത് ആക്ടിവേഷൻ ആവും. അത് നമ്മുടെ പോയ ജന്മത്തിലുള്ള കർമ്മയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. കുണ്ടലിനി ശക്തി അവേക്കനാകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ശരീരത്തിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ മൂലാധാര ചക്രം ഉണ്ടല്ലോ, ഈ നട്ടലിൻ്റെ തൊട്ട് ആ ഭാഗത്തായിട്ടുള്ള ആ ജോയിന്റ് നല്ല പെയിൻ ആവും. അത് മാത്രമല്ല ബോഡിയെല്ലാം നല്ല പെയിൻ, എല്ലാ ജോയിൻറ്റും നല്ല പെയിൻ ആയിരിക്കും. ഫസ്റ്റ് കുറച്ച് ദിവസം അങ്ങനെ ആയിരിക്കും. അത് കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചായിരിക്കാം. ചിലർക്ക് വളരെ പെട്ടെന്ന് അവർ റിക്കവറായി വരും. അതിൽ നിന്ന് കുറച്ച് പേർക്ക് കുറച്ച് ടൈം എടുക്കും. ഈ അടിച്ചൊടിച്ചിട്ടതുപോലെയുള്ള വേദനയായിരിക്കും ഈ ശരീരം മൊത്തവും. ഒരു ഫീവർ വരുമ്പോൾ എങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ഒരു പെയിൻ ആയിരിക്കും നമ്മുടെ ശരീരത്തിന്. എന്നാൽ അത് ഫീവർ അല്ല. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ക്ലെൻസിങ് പ്രോസസ്സ് നടക്കും. ഈ കുണ്ടലിനി ശക്തി എണീക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും, എല്ലാ രോഗങ്ങളെയും, എല്ലാ പ്രശ്നങ്ങളെയും ക്ലെൻസ് ചെയ്യാൻ ആരംഭിക്കും. അങ്ങനെ ക്ലെൻസിങ് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരാസകലം വേദന, ഫീവറൊക്കെ വരുന്നത്. മറ്റെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഹീറ്റ് ഭയങ്കര ഒരു അണല് പറക്കുന്നത് പോലെ നമ്മുടെ ബോഡി ഹീറ്റ് അത്രയും കൂടും. അതായത് നമ്മുടെ വായിലെല്ലാം പുണ്ണ് വരും, വയലും ചുണ്ടിലും. അതുപോലെ നമ്മുടെ വയറിനുള്ളിലൊക്കെ നല്ല പുണ്ണ് വരും. നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ല കടുത്ത് ചുമന്ന് പഴുപ്പൊക്കെ വന്ന് അങ്ങനെ ഒരു അത്രയും ബോഡി ഹീറ്റ് ആയിരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അടിക്കടി ഉച്ചിയിലും അതുപോലെ ഈ പൊക്കിളിലൊക്കെ നമ്മൾ ആവണക്കെണ്ണ വയ്ക്കുന്നതൊക്കെ ആ ബോഡി ഹീറ്റിനെ വന്ന്, അതുപോലെ പാദത്തിൻ്റെ അടിയിൽ എണ്ണയിട്ട് അടിക്കടി തടവുന്നതൊക്കെ നമുക്ക് ആ ഒരു ഹീറ്റിനെ കുറയ്ക്കാൻ സഹായിക്കും. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ കഫം എല്ലാം അത് പുറത്തെടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത അളവിന് കുറേ പേർക്കൊക്കെ ഇത് അത്രയും പ്രശ്നങ്ങളുള്ളവർക്ക് അത്രയും ജാസ്തി ആയിരിക്കും, കുറവുള്ളവർക്ക് കുറച്ചായിരിക്കും. അത് ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ രാത്രിയിലെല്ലാം ഉറങ്ങാൻ പറ്റാത്ത അളവിന് ചുമയൊക്കെ വന്നുകൊണ്ടേയിരിക്കും, ഈ കഫം പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ കുറച്ച് പേർക്കൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ് സ്കിൻ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതായത് ശരീരത്തിൽ അവിടെ ഈ ചൊറിച്ചിലുണ്ടാകും. ചിലരുടെ ശരീരമൊക്കെ ഈ ലിവറിൻ്റെ അടുത്തൊക്കെ പ്രോബ്ലം ഒക്കെ ആൾറെഡി ശരീരത്തിൽ അങ്ങനെ ഉള്ളവർക്ക് സ്കിന്ന് മഞ്ഞ നിറാവും, കുറച്ച് പേർക്ക് സ്കിന്ന് റെഡാവും, അതുപോലെ കറുത്തു പോവും. പിന്നെ ഈ വിരലുകളെല്ലാം കറുക്കാൻ തുടങ്ങും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ആ നെഗറ്റീവ്സിനെ എല്ലാം പുറത്ത് തള്ളുന്നത് കൊണ്ട് തന്നെ ഈ വിരലുകളിലുള്ള നഖമെല്ലാം കറുക്കാൻ തുടങ്ങും. പിന്നെ എപ്പോഴും ഒരു കടുത്ത ക്ഷീണം ഉണ്ടാവും. എപ്പോഴും കിടന്നാൽ മതി, ഒന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ അപ്പോഴും ഫുഡ് എടുക്കുന്നത് നന്നായിട്ട് കുറയും. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സ്ലിം ആവാൻ തുടങ്ങും. പിന്നെ നന്നായിട്ട് കുറച്ച് പേരൊക്കെ നന്നായിട്ട് പെട്ടെന്ന് കറുത്തതുപോലെ ആവും. കറുത്തതുപോലെ ഒരു രോഗം പിടിച്ചതുപോലെ പെട്ടെന്നാവും. എന്തോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാം ഇങ്ങനെ എല്ലാം ഈ കരിമ്പ് ജ്യൂസ് എടുത്തതുപോലെ നന്നായിട്ട് ഒരു ചണ്ടി ഇരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലിംഗ് വരും പെട്ടെന്ന്. ഇതൊക്കെ കുറേ ദിവസം ഇരിക്കും. പിന്നെ പതിയെ ഇതെല്ലാം നമ്മൾ ബാലൻസ്, നമ്മുടെ ശരീരം തന്നെ അത് ബാലൻസ് ആവാൻ തുടങ്ങും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അമിതമായ വിശപ്പ് വരും. പെട്ടെന്ന് കുറച്ച് നേരം നമുക്ക് ഒന്നും ഫുഡ് വേണ്ടാന്ന് തോന്നിയെങ്കിൽ പെട്ടെന്ന് ഭയങ്കര വിശപ്പ് വരും. അടിക്കടി ഫുഡ് കഴിക്കണമെന്ന് തോന്നും. അങ്ങനെ നമ്മൾ കഴിക്കും, ഓക്കെ. പക്ഷെ പിന്നെ കുറേ കഴിയുമ്പം തോന്നും നമ്മുടെ വയറെല്ലാം ഇങ്ങനെ പെരുവിയിരിക്കുന്നത് പോലെയും ഡൈജഷൻ ആകാത്തതുപോലെയും ഫീൽ ആവും. ഇങ്ങനെ ഈ സിംറ്റംസ് എല്ലാം ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പുളി കഴിക്കുന്നത്, നമുക്ക് പുളിയുള്ള ആഹാരം കഴിക്കണം നമ്മൾ കേൾക്കാൻ തുടങ്ങും.
ചിലർക്ക് സ്വീറ്റ് ഒത്തിരി കഴിക്കണമെന്ന് തോന്നും. നമ്മുടെ ശരീരം അടിക്കടി വൈബ്രേറ്റ് ആകുന്നത് പോലെ ഒരു ഫീൽ ആവും. പിന്നെ അവിടെ ഈ ട്വിങ്ക്ലിംഗ് എഫക്റ്റ്, അതിന് എന്താ മലയാളത്തിൽ പറയുന്നതെന്ന് അറിയില്ല. ഈ ശരീരമൊക്കെ അവിടെ അവിടെ ഇങ്ങനെ ആകുന്നത് പോലെ ഒരു ഫീൽ ആവും. പിന്നെ അടിക്കടി എന്തോ ഉരുളുന്നത് പോലെ, ശരീരത്തിൽ എന്തോ ഊരുന്നത് പോലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരം ഒരു മൂവ് ചെയ്യുന്ന പോലെ തല ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ, അങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ ഇതിനിരിക്കും. മൊത്തത്തിലൊരു ചെറിയ ഒരു കറണ്ട് പാസ്സാകുന്ന ഒരു ഫീലിംഗ് ഒക്കെ കിടക്കണം. അതിന് അത്രയും പെയിൻഫുൾ ആയിരിക്കില്ല, പക്ഷെ ഒരു വൈബ്രേഷൻ ഇങ്ങനെ ശരീരം മൊത്തം ഇങ്ങനെ പോകുന്നത് പോലെ അടിക്കടി നമുക്ക് ഫീൽ ആവും. ഇതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന സിംറ്റംസ്. ഇനി മനസ്സിന്റെ കാര്യം നോക്കാം. മനസ്സിന്റെ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു ആനന്ദമൊക്കെ വന്നതുപോലെ തോന്നും. നമ്മളൊരു ജ്ഞാനി പോലെയൊക്കെ ബിഹേവ് ചെയ്യും. എന്തൊക്കെ സിദ്ധികൾ കിട്ടിയതുപോലെയൊക്കെ തോന്നും. അപ്പം വാവ്, ഇങ്ങനെ ഇരുന്നാൽ സൂപ്പർ ആയിരിക്കും തോന്നും. പക്ഷേ അതൊരു അത് വന്നിങ്ങനെ നമ്മളൊന്ന് പുഷ് ചെയ്തിട്ട് അത് വീണ്ടും അതിൻ്റെ പഴയ സ്ഥാനത്തേക്ക് പോകും. പിന്നെയാണ് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഡൾനെസ്, ഒന്നിനും ഒരു താല്പര്യമില്ല, ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല, പെട്ടെന്ന് ഒരു ദേഷ്യം വരും. ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ മറവിയെല്ലാം വരാൻ തുടങ്ങും, ബ്ലാങ്ക് ആവാൻ തുടങ്ങും. അതുവരെ നമ്മൾ എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ ഫോൺ നമ്പർ ആയിരിക്കാം, ചിലപ്പോൾ വീടിൻ്റെ അഡ്രസ്സിലുള്ള പിൻകോഡായിരിക്കാം. അതെല്ലാം നമുക്ക് പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോവും, മറന്നതുപോലെ ഫീൽ ആവും. പിന്നെ നമുക്ക് എന്ത് ജീവിതമാണിത്, എന്തിനാണ് ഇങ്ങനെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു തോട്ട്സ് വരും. ആ സമയം നോക്കുമ്പോൾ വളരെ ഡള്ളായിട്ട് ഒരു വയസ്സായ ഒരു കാഴ്ചയായിരിക്കും നമ്മളെ പറ്റി പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ വളരെ എങ്ങായിട്ട് ജ്വലിക്കുന്നത് പോലെയൊക്കെ തോന്നും. സോ ഇത് കാണുന്നവർക്ക് തന്നെ ഒരു ഭയങ്കര ഒരു വ്യത്യാസം നമ്മളിൽ നിന്ന് അനുഭവപ്പെടാൻ തുടങ്ങും. കുറച്ച് പേർക്കൊക്കെ ഈ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ആ ടെൻഡൻസി അടിക്കടി ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഉണ്ടാവും. ഈ ഞാൻ പറയുന്ന എല്ലാ സിംറ്റംസും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഓരോരുത്തർക്കും വ്യത്യാസപ്പെടാം. അതിനെന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ മാറാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇതെല്ലാം കുണ്ടലിനിയാണെന്ന് പറഞ്ഞ് ഇരിക്കരുത്. മാറാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി ദിവസം ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. എല്ലാം കുണ്ടലിനി അല്ല. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ദേഷ്യം വരും, പെട്ടെന്ന് സന്തോഷമാവും, ഇങ്ങനെ ഡിപ്രഷനാവും, ഇങ്ങനെ പല പല മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ക്ലെൻസിങ് പ്രോസസ്സ് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിലും നടക്കുന്നത് കൊണ്ടാണ് ഈ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് ചിന്തകളും ഡിപ്രഷനും എല്ലാം ഇങ്ങനെ പുറത്ത് ശക്തമായിട്ട് കൊണ്ടുവരുന്നത്. അതിനെല്ലാം നമ്മളെ ക്ലെൻസ് ചെയ്ത് തള്ളുന്നതാണ്. അങ്ങനെ ആ ക്ലെൻസിങ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇത് ഓരോരുത്തർക്കും ടൈം വ്യത്യാസപ്പെടും. അവരവരുടെ മനസ്സിനും ശരീരത്തിനും അനുസരിച്ചിരിക്കും. ചിലർക്കൊക്കെ എത്രയോ വർഷം മാറാത്ത ചില ക്യാൻസർ വരെ ഈ ക്ലെൻസിങ് പ്രോസസ്സ്, ഈ കുണ്ടലിനി അവേക്കനിങ് ആയി ക്യാൻസർ വരെ മാറി അവർ പൂർണ്ണമായിട്ടും റിക്കവറായി. അവർക്ക് അതിനുശേഷം ഒരു സിദ്ധിയൊക്കെ വരെ കിട്ടിയ വ്യക്തികളൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടങ്ങളൊക്കെ മാറാൻ തുടങ്ങും. നേരത്തെ നമുക്ക് ഈ നിറങ്ങളുടെ കാര്യത്തിലായാലും നേരത്തെ ഒരു ചുവപ്പ് നിറമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പെട്ടെന്ന് അത് പച്ചയായിട്ട് മാറാം, വേറെ കളറായിട്ടൊക്കെ മാറാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് എല്ലാം മാറാൻ തുടങ്ങും. നേരത്തെ നല്ല നോൺ വെജ് ഒക്കെ ഒത്തിരി കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ കുറയാൻ തുടങ്ങും. പിന്നെ ചിലർക്കൊക്കെ ഈ കാമ ഉണർവും കൂടും എന്നാണ് പറയുന്നത്. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എനർജിയെ വെളിയിലോട്ട് മാത്രം കൊടുക്കാതെ ഉള്ളിലോട്ട് കൊടുക്കുക. അതായത് ധ്യാനം ചെയ്യുക, പ്രാണായാമം ചെയ്യുക. അതുപോലെ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കിളികളും അതൊക്കെ വരാൻ തുടങ്ങും. അതാണ് ഞാനിങ്ങനെ നോക്കി ചിരിക്കുന്നത്. യോഗ ഇതെല്ലാം വന്ന് നമ്മളെ ഈ ഇങ്ങനത്തെ ഇമോഷൻസിൽ നിന്നെല്ലാം പെട്ടെന്ന് ആ ക്ലെൻസിങ് പ്രോസസ്സ് തീരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇത് ഇടയ്ക്ക് വരും പോവും അങ്ങനെയുള്ള ഡിപ്രഷനാണ്, അല്ലാതെ എല്ലാ ഡിപ്രഷനും കുണ്ടലിനി അല്ല. സോ അങ്ങനെയുള്ള എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ഡിപ്രഷന് നിങ്ങൾ മരുന്ന് തന്നെ യൂസ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ചെയ്യാവുന്ന ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഇതിനെ അതിൻ്റെ പാട്ടിന് വിടുക. നടക്കട്ടെ, അതൊരു സൈഡിലൂടെ നടക്കട്ടെ. അതിൻ്റെ ക്ലെൻസിങ് പ്രോസസ്സ് ഇങ്ങനെ നടക്കും. നമ്മൾ കുറച്ച് അങ്ങോട്ട് മൂഡ് സ്വിങ്സ് അങ്ങോട്ട് മാറും. ചില നെഗറ്റീവ്സ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോകാതിരിക്കുക. അതുപോലെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളിലും ഫോക്കസ് ചെയ്യുക. നമ്മുടെ കാര്യങ്ങൾ പതിയെ നമ്മൾ ചെയ്യുക. അങ്ങനെ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഒരിടത്ത് റെസ്റ്റ് വേണം. ഈ സമയത്ത് റെസ്റ്റ് കിട്ടിയാൽ നല്ലതാണ്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് അതിന് ചിലപ്പോൾ പറ്റിയതായിരിക്കില്ല. സോ നമ്മുടെ കാര്യങ്ങൾ അതൊരു സൈഡിലൂടെ നടക്കട്ടെ. കാരണം അല്ലെങ്കിൽ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് കൂടുതൽ ആ ക്ലെൻസിങ് പ്രോസസ്സ് നമ്മൾ അത്രയും കഷ്ടം അതിന് ഫോക്കസ് ചെയ്ത് അതിനെ കൊടുക്കുമ്പോൾ ആ ക്ലെൻസിങ് പ്രോസസ്സ് വീണ്ടും ഡിലേ ആയി നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സോ അതിൻ്റെ പാട്ടിന് വിട്ടിട്ട് നമ്മുടെ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ആ ക്ലെൻസിങ് പ്രോസസ്സ് പെട്ടെന്ന് തീരുകയും നമ്മൾ അങ്ങനെ ഒരു നല്ലൊരു ലെവലിൽ എത്തിച്ചേരുകയും ചെയ്യും. പിന്നെ ഈ ക്ലെൻസിങ് പ്രോസസ്സ് ഫാസ്റ്റ് ആവാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ജങ്ക് ഫുഡെല്ലാം അവോയ്ഡ് ചെയ്യുക. നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഫുഡ് കഴിക്കുക മാക്സിമം. പിന്നെ ഉറങ്ങുക. ആവശ്യത്തിൽ നന്നായിട്ട് നമ്മൾ ഉറങ്ങണം. ഇതിന് രാത്രിയെല്ലാം ഉറക്കളച്ചിരിക്കാതിരിക്കുക. ചെറിയ എക്സർസൈസ്, കുറച്ച് എന്തെങ്കിലും വാക്കിങ്ങോ കുറച്ച് സ്ട്രെച്ചിങ് അതൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മുടെ ഈ ക്ലെൻസിങ് പ്രോസസ്സ് ഫാസ്റ്റ് ആവാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെ സിംറ്റംസ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.